മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക വികസന പദ്ധതികൾക്ക് സൽമാൻ രാജാവ് സമർപ്പിച്ച രൂപരേഖയ്ക്ക് GCC നേതൃത്വം അംഗീകാരം നൽകി. ഗൾഫ് സഹകരണ കൌൺസിലിലെ രാഷ്ട്ര നേതാക്കൾ ജിദ്ദയിൽ യോഗം ചേർന്നു. അന്താരാഷ്ട്ര വിമാനത്താവള നവീകരണത്തിനായി കുവൈത്ത് 131 കോടി ദിനാറിന്റെ കരാർ നൽകി. കരാർ ലഭിച്ചത് തുർക്കിയിലെ ലിമ കൺസ്ട്രക്ഷനും കുവൈത്തിലെ കറാഫി ഇന്റർനാഷണലും ചേർന്നുള്ള കൺസോർഷ്യത്തിന്. കരാറിൽ ഒപ്പിട്ടത് കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രി അലി ഉമേർ. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയ വീട്ടുവേലക്കാരികൾക്ക് അഭയമോ ജോലിയോ നൽകുന്നവർക്ക് 6 മാസം വരെ തടവും 1 ലക്ഷം റിയാൽ പിഴയും ചുമത്തുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെയും കനത്ത ശിക്ഷാ നടപടികളെന്ന് പാസ്പോർട്ട് വിഭാഗം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 2 രൂപ 58 പൈസയും ഡീസലിന് 2 രൂപ 26 പൈസയും കൂടി. വില വർധന അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടിയ സാഹചര്യത്തിൽ. ഫലൂജ പിടിച്ചെടുക്കാനുള്ള ഇറാഖ് സൈന്യത്തിന്റെ നടപടിയെ ശക്തമായി പ്രതിരോധിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ്. സ്ഫോടനം നടത്തി സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ IS നീക്കം. കരുതലോടെ നീങ്ങാൻ ഇറാഖ് സൈന്യത്തിന്റെ തീരുമാനം. IS പിടിയിലായ പ്രദേശവാസികളുടെ കാര്യത്തിലുള്ള ആശങ്ക തുടരുന്നു. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി TP സെൻകുമാർ. സ്ഥാനമാറ്റം നിയമപരമായി ചോദ്യം ചെയ്യാൻ ആലോചന. ലോക്നാഥ് ബെഹ്റയെ ആവശ്യമുള്ളതുകൊണ്ടാണ് സർക്കാരിന് തന്നെ വേണ്ടാത്തതെന്നും സെൻകുമാർ. സർക്കാരിന്റേത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയെന്ന് VM സുധീരൻ. വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫ് സഹകരണ കൌൺസിലിലെ രാഷ്ട്ര നേതാക്കൾ ജിദ്ദയിൽ യോഗം ചേർന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക വികസന പദ്ധതികൾക്ക് സൽമാൻ രാജാവ് സമർപ്പിച്ച രൂപരേഖയ്ക്ക് GCC നേതൃത്വം അംഗീകാരം നൽകിയതായി സെക്രട്ടറി ജനറൽ അബ്ദുൽ ലത്തീഫ് അസയ്യാനി വ്യക്തമാക്കി. യോഗത്തിന് ശേഷം സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈറിനോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള അന്താരാഷ്ട്ര സമ്മേളന ഹാളിലാണ് 16ാമത് GCC രാഷ്ട്ര നേതാക്കളുടെ കൂടിയാലോചനാ യോഗം നടന്നത്. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 6 ഗൾഫ് രാജ്യങ്ങളിലെ തലവന്മാർ പങ്കെടുത്തു. സൽമാൻ രാജാവ് മുന്നോട്ടുവെച്ച സാമ്പത്തിക വികസന പദ്ധതികളുടെ നടത്തിപ്പിന് പ്രത്യേക സമിതി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. 6 ഗൾഫ് രാജ്യങ്ങളുടെയും സമഗ്ര വികസനം മുന്നിൽ കണ്ടാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മേഖലയിലെ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇറാൻ അവസാനിപ്പിച്ചാൽ നല്ല അയൽപക്ക ബന്ധത്തിന് ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈർ പറഞ്ഞു. സിറിയയിലെ ആഭ്യന്തര തീവ്രവാദ പ്രശ്നങ്ങൾ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഭീഷണി ഇല്ലാതാക്കാനും ISനെ വകവരുത്താനും അന്താരാഷ്ട്ര കരസേനയെ സിറിയയിലേക്ക് നിയോഗിക്കണമെന്നും അൽ ജുബൈർ ആവശ്യപ്പെട്ടു. ലിബിയയിലെ നിയമാനുസൃത സർക്കാരിന് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചതായും യമൻ പ്രശ്നത്തിൽ കുവൈറ്റ് ചർച്ചയുടെ വെളിച്ചത്തിലും UN രക്ഷാസമിതിയുടെ കരാറിന്റെ അടിസ്ഥാനത്തിലുമുള്ള സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും GCC രാഷ്ട്ര നേതാക്കൾ അഭിപ്രായപ്പെട്ടു. GCC ആഭ്യന്തരമന്ത്രിമാരുടെ ഒത്തുചേരലിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വർഷത്തിലൊരിക്കൽ GCC ബ്രിട്ടൻ സംയുക്ത ഉച്ചകോടി ചേരാനും തീരുമാനിച്ചതായും ഇരുവരും വ്യക്തമാക്കി. ഡിസംബറിൽ റിയാദിൽ ചേർന്ന GCC സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ ജിദ്ദയിൽ യോഗം ചേർന്നത്. മീഡിയ 1 ജിദ്ദ. അന്താരാഷ്ട്ര വിമാനത്താവള നവീകരണത്തിനായി കുവൈത്ത് 131 കോടി ദിനാറിന്റെ കരാർ നൽകി. തുർക്കിയിലെ ലിമ കൺസ്ട്രക്ഷനും കുവൈത്തിലെ കറാഫി ഇന്റർനാഷണലും ചേർന്നുള്ള കൺസോർഷ്യത്തിനാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചത്. കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രി അലി അൽ ഉമേറാണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ കരാറിൽ ഒപ്പുവെച്ചത്. 6 വർഷമാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നതിനായി ലിമാക്കി കറാഫി കൺസോർഷ്യത്തിന് അനുവദിച്ചിട്ടുള്ള സമയം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കൂടുതൽ യാത്രക്കാരെ സ്വീകരിക്കാനാകുമെന്ന് മന്ത്രി അലി അൽ ഉമേർ പറഞ്ഞു. നിലവിൽ പ്രതിവർഷം 50 ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയ്ക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് എയർപോർട്ട് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. യാത്രാചരക്ക് നീക്കങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും വൻ തടസ്സമാണ് ഇപ്പോഴുള്ളത്.
കരാർ ഒപ്പിട്ടതോടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ വികസന പദ്ധതിയായി വിമാനത്താവള നിർമ്മാണം മാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സാണ് പുതിയ ടെർമിനലിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. 4500 കാറുകൾ നിർത്തിയിടാൻ കഴിയുന്ന ബഹുനില പാർക്കിംഗ് സമുച്ചയം, ട്രാൻസിറ്റ് യാത്രക്കാർക്കായുള്ള ബജറ്റ് ഹോട്ടൽ, വിശാലമായ അറൈവൽ ഡിപ്പാർച്ചർ ഹാളുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും. 51 പുതിയ എയർക്രാഫ്റ്റ് ഗേറ്റുകളാണ് നിർദ്ദിഷ്ട ടെർമിനലിൽ ഉണ്ടാകുക. ഇതിൽ 21 എണ്ണം എയർബസ് 380 ഇനത്തിൽപ്പെട്ട വലിയ വിമാനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. രാജ്യപുരോഗതിയിലെ പ്രധാന നാഴികക്കല്ലായാണ് വിമാനത്താവള നവീകരണത്തെ സർക്കാർ കണക്കാക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വൻതുക സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് ഫോൺ വഴി വിളിച്ചറിയിച്ച് തട്ടിപ്പ് നടത്തുന്ന 7 പാകിസ്ഥാനികളെ ഷാർജ പോലീസ് പിടികൂടി. രാജ്യത്തെ പ്രമുഖ മൊബൈൽ കമ്പനിയുടെ പേര് ദുരുപയോഗം ചെയ്താണ് സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്. വൻതുക ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നും അതിന്റെ നടപടിക്രമങ്ങളിലേക്കായി പണം ഉടനെ വേണമെന്നും വിളിച്ചറിയിച്ചാണ് ഇവർ ഇരകളെ കുടുക്കിയിരുന്നത്. മൊബൈൽ റീചാർജ് കൂപ്പണിനെന്ന വ്യാജേന വൻതുക കൈക്കലാക്കുന്ന സംഘം പരമാവധി തുക ലഭിച്ചു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ഇതോടെയാണ് ഇരകൾക്ക് ചതി മനസ്സിലാവുക. ഇവരുടെ വലയിൽ കുടുങ്ങിയ ചിലർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തട്ടിപ്പ് സംഘത്തെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ഇവർ നടത്തിയ നീക്കത്തിൽ സംഘത്തിന്റെ കേന്ദ്രം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ പ്രവർത്തനങ്ങളും പോലീസ് നിരീക്ഷിച്ചു. ഇതിനുശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ താമസ കേന്ദ്രത്തിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകളും 66 സിം കാർഡുകളും കണ്ടെടുത്തു. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിൽ തയ്യാറാക്കിയ തട്ടിപ്പ് സന്ദേശങ്ങളും താമസ കേന്ദ്രത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന ഇത്തരം സമ്മാന തട്ടിപ്പുകളിൽ വീണുപോകരുതെന്ന് മൊബൈൽ കമ്പനി അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കമ്പനിയിലേക്ക് വിളിച്ചു ചോദിക്കണമെന്നും കൂട്ടിച്ചേർത്തു. മീഡിയ 1 ഷാർജ. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയ വീട്ടുവേലക്കാരികൾക്ക് അഭയമോ ജോലിയോ നൽകുന്നവർക്ക് 6 മാസം വരെ തടവും 1 ലക്ഷം റിയാൽ പിഴയും ചുമത്തുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിൽ അഭയം നൽകുന്നത് വിദേശികളാണെങ്കിൽ ശിക്ഷ കാലാവധി കഴിയുന്നതോടെ സ്വദേശത്തേക്ക് കയറ്റി അയക്കുമെന്നും പാസ്പോർട്ട് വിഭാഗം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടാതെ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ജോലിയും അഭയവും നൽകുന്നവർക്കും സമാനമായ ശിക്ഷ ലഭിക്കും. ഇത്തരം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തേക്ക് വിസ അനുവദിക്കുന്നത് തടഞ്ഞുവെക്കാനും നിയമം അനുശാസിക്കുന്നു. വേലക്കാരികൾ ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ സ്പോൺസർക്ക് ജവാസാത്തിൽ പരാതിപ്പെടാവുന്നതാണ്. ഈ വർഷത്തെ റമളാനിൽ ഖത്തറിൽ നിന്ന് ഉംറ നിർവഹിക്കാനായി പോകാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 5 രാവിലെ 10 മണിക്ക് മുൻപ് ഖത്തറിലെ സൗദി എംബസിയിൽ പാസ്പോർട്ട് നൽകേണ്ടതാണെന്ന് സൗദി എംബസിയിൽ നിന്ന് ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചു. റമളാനിലെ തിരക്ക് കണക്കിലെടുത്താണ് ഷാബാൻ 29-ന് തന്നെ ഉംറ യാത്രക്കാരുടെ അപേക്ഷ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കാൻ സൗദി അധികൃതർ തീരുമാനിച്ചത്. ഇതുപ്രകാരം 4 ദിവസത്തിനകം തന്നെ ട്രാവൽ ഏജൻസികളിൽ പാസ്പോർട്ട് ഏൽപ്പിക്കുന്നവർക്ക് മാത്രമേ ഈ റമളാനിൽ ഉംറ നിർവഹിക്കാനാവൂ എന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. UAE-യിലെ പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ അൽ മദീന ഗ്രൂപ്പിന്റെ പുതിയ ഷോപ്പിംഗ് മാളായ മർഹബ മാൾ ജൂൺ 1-ന് ബുധനാഴ്ച ദുബായ് റാസൽ ഖോറിൽ ഉദ്ഘാടനം ചെയ്യും. 80,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മാളിൽ അൽ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ വിശാലമായ ഔട്ട്ലെറ്റും പ്രശസ്ത ബ്രാൻഡുകളുടെ വിവിധ ഷോറൂമുകളും ഉണ്ടാവുമെന്ന് മദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള പോയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റെസ്റ്റോറന്റും സ്വർണ്ണക്കടയും ഫാർമസിയും ഉൾപ്പെടെ 40ഓളം ഷോപ്പുകളാണ് മർഹബ മാളിൽ ഉണ്ടാകുക. ഷൈഖ് മുഹമ്മദ് ബിൻ മക്തും ബിൻ ജുമാ അൽ മക്തും ബുധനാഴ്ച വൈകിട്ട് 4-ന് ഉദ്ഘാടനം നിർവഹിക്കും. 1971-ൽ തുടങ്ങിയ അൽ മദീനയുടെ 63ാമത് ഔട്ട്ലെറ്റും 5ാമത്തെ മാളുമാണിത്. അൽ മദീന ഗ്രൂപ്പ് 2018ഓടുകൂടി UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ 10 പുതിയ മിനി ഷോപ്പിംഗ് മാളുകളും 15 പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും തുറക്കാനുള്ള ഒരുക്കത്തിലാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 മാസം നീളുന്ന നിരവധി സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മദീന ഗ്രൂപ്പ് ജനറൽ മാനേജർ MM താഹ അറിയിച്ചു. വാരാന്ത്യത്തിൽ മറ്റനവധി ആനുകൂല്യങ്ങൾക്ക് പുറമെ 250 ദിർഹത്തിന്റെ ഓരോ ഷോപ്പിംഗിനും സ്പിൻ വീലിലൂടെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ സജീൽ നെഡൂൾ, ഓപ്പറേഷൻസ് മാനേജർ മുഹമ്മദ് അലി, ഷാർജ റീജിയണൽ മാനേജർ ഹമീദ് ബാബു, ബ്രാഞ്ച് മാനേജർ സുബൈർ ടി മുഹമ്മദ് എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദുബായ്. ഹജ്ജ് കർമ്മം സുഗമമാക്കുന്നതിന് സൗദി സർക്കാർ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങൾക്ക് ബഹ്റൈൻ ഭരണകൂടത്തിന്റെ പിന്തുണ. ഹജ്ജ് രാഷ്ട്രീയമുക്തമാക്കുന്നതിനും തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുന്നതിനും സൗദി അറേബ്യയുടെ നടപടികൾ ഏറെ ശ്രദ്ധേയമാണെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GCC രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ബഹ്റൈൻ മുൻനിരയിൽ നിലകൊള്ളും.
രാജ്യം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും സംരക്ഷിക്കാൻ എല്ലാ പൗരന്മാരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും രാജാവ് ആവശ്യപ്പെട്ടു. ഒമാനിൽ ജൂൺ മാസത്തേക്കുള്ള പെട്രോൾ ഡീസൽ വില നിശ്ചയിച്ചു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇന്ധനവിലയിൽ വർധനവാണ് ഉള്ളതെന്ന് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. റെഗുലർ പെട്രോൾ ലിറ്ററിന് 21 പൈസയും സൂപ്പർ പെട്രോളിന് 19 പൈസയുമാണ് കഴിഞ്ഞ മാസത്തെ വിലയിൽ നിന്ന് വർദ്ധിക്കുക. ഡീസൽ വില ലിറ്ററിന് 19 പൈസയായും വർദ്ധിക്കും. റെഗുലർ പെട്രോൾ ലിറ്ററിന് 170 പൈസയാണ് പുതുക്കിയ വില. കഴിഞ്ഞ മാസം ഇത് 149 പൈസയായിരുന്നു. സൂപ്പർ പെട്രോൾ വില 161 പൈസയിൽ നിന്ന് 180 പൈസയായും ഡീസൽ വില 166 പൈസയിൽ നിന്ന് 185 പൈസയായും ഉയർന്നു. കാറുകൾക്ക് ഇനി മുഴുവൻ ടാങ്ക് അടിക്കണമെങ്കിൽ ശരാശരി 1 റിയാലോളം അധികമായി നൽകേണ്ടി വരും. UAE-യിൽ മരണകാരണമാകുന്ന അസുഖങ്ങളിൽ 30% ഹൃദ്രോഗമാണെന്ന് കണ്ടെത്തൽ. സ്വദേശികൾക്കും പ്രവാസികൾക്കുമിടയിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റി 2014 നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത്. വിവിധ രാജ്യക്കാരായ 3298 കുടുംബങ്ങൾക്കിടയിൽ സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് DHA ഡയറക്ടർ ജനറലും ബോർഡ് ചെയർമാനുമായ ഹുമൈദ് അൽ ഖാത്തമി പറഞ്ഞു. ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററുമായി ചേർന്നാണ് ഹെൽത്ത് അതോറിറ്റി സർവേ നടത്തിയത്. വ്യക്തിപരവും സാമൂഹികവുമായ വിഷയങ്ങൾ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എല്ലാ പ്രായപരിധിയിലുമുള്ള ആളുകൾ സർവേയിൽ പങ്കെടുത്തു. 3.5% കുടുംബങ്ങളിലെ അംഗങ്ങളും ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവിക്കുന്നതായി സർവേയിൽ വ്യക്തമായി. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് രക്തസമ്മർദ്ദം അനുഭവിക്കുന്നത്. 3.2% പുരുഷന്മാർ രക്തസമ്മർദ്ദത്തിനടിപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ എണ്ണം 5.1%. സ്വദേശികളിൽ 18.9% രക്തസമ്മർദ്ദമുണ്ട്. ഇതിൽ 20% പുരുഷന്മാരും 18% സ്ത്രീകളുമാണ്. 19.8% സ്വദേശി പുരുഷന്മാർക്ക് അമിത കൊളസ്ട്രോൾ ഉണ്ട്. 18.5% സ്ത്രീകൾക്കും. അമിത കൊളസ്ട്രോളുള്ള മൊത്തം സ്വദേശികളുടെ അളവ് 19.1%. 4.3% വിദേശികൾക്ക് അമിത രക്തസമ്മർദ്ദമുണ്ട്. ഇതിൽ 6.6% സ്ത്രീകളും 3.9% പുരുഷന്മാരുമാണ്. സർവേയിൽ പങ്കെടുത്ത 21.9% പേർ പുകവലിക്കാരാണ്. 24.8% പുരുഷന്മാരും 4.2% സ്ത്രീകളും. ദുബായ് ഹെൽത്ത് അതോറിറ്റി നടത്തുന്ന രണ്ടാമത്തെ സർവേയാണിത്. ഇതിനു മുമ്പ് 2009 സർവേ നടത്തിയത്. സർവേ ഫലം അതോറിറ്റിയുടെ ഭാവി പരിപാടികൾ രൂപവൽക്കരിക്കാൻ സഹായകരമാവുമെന്ന് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ താരിഖ് യൂസുഫ് അൽ ജനാഹി പറഞ്ഞു. പൗരന്മാരുടെ ആരോഗ്യം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ലായിരുന്നു. ഭരണാധികാരികൾക്ക് ആരോഗ്യരംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർവേ ഫലം സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MC നാസർ, മീഡിയ 1, ദുബായ്. വാർത്തകളിലേക്ക് വീണ്ടും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 2 രൂപ 58 പൈസയും ഡീസലിന് 2 രൂപ 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടിയ സാഹചര്യത്തിലാണ് വർധന. പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ആടുജീവിതം എന്ന പ്രസിദ്ധമായ സാഹിത്യ സൃഷ്ടി പിറവിയെടുത്ത ബഹ്റൈനിൽ നിന്നും പ്രവാസികളുടെ അക്ഷരോപഹാരമായി ഒരു പുസ്തകം കൂടി പുറത്തിറങ്ങി. DC ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു സംഘം എഴുത്തുകാരുടെ കഥാസമാഹാരമാണ് മണൽമഞ്ഞയിൽ നിന്ന് ഇലപ്പച്ചിയിലേക്ക് എന്ന പേരിൽ പ്രകാശനം ചെയ്യപ്പെട്ടത്. നടനും സിനിമാ സംവിധായകനുമായ ജോൾ മാത്യു എഴുത്തുകാരനായ സുധീഷ് രാഘവന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരൻ ബെന്യാമിന്റെ രചനയോടൊപ്പം ബഹ്റൈനിൽ നിന്നുള്ള എഴുത്തുകാരായ സുധീഷ് രാഘവൻ, ജയചന്ദ്രൻ, അനിൽ വെങ്കോട്, ശ്രീദേവി മേനോൻ, സജി മാർക്കോസ്, ഫിറോസ് തിരുവത്ര, ഷബിനി വാസുദേവ്, മിനീഷ് രാമനുണ്ണി, സുനിൽ മാവേലിക്കര എന്നിവരുടെ കഥകളാണ് കൃതിയിലുള്ളത്. പ്രകാശന ചടങ്ങിൽ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ, സ്പാക് ചെയർമാൻ P ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 1, ബഹ്റൈൻ. NSS കുവൈത്തിന്റെ വനിതാ വിഭാഗമായ വനിതാ സമാജം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മംഗഫിൽ നടന്ന വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിലാണ് ദീപ പിള്ള, കീർത്തി സുമേഷ്, സ്മിത സജി, അനിത സന്തോഷ് എന്നിവരെ തെരഞ്ഞെടുത്തത്. ഉപദേശക സമിതി അംഗങ്ങളായി നിധി സുനീഷ്, ചന്ദ്രിക പ്രസാദ്, ശാന്തി വേണുഗോപാൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ജംഇയ്യത്തുൽ അൻസാർ ജിദ്ദയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ ജൂൺ 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേരത്തെ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന കൈപ്പുസ്തകത്തിൽ നിന്നുള്ള 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വിജ്ഞാന പരീക്ഷ നടക്കുക. ജൂനിയർ, സീനിയർ എന്നീ കാറ്റഗറികളിലായി നടക്കുന്ന പരീക്ഷയിലെ വിജയികൾക്ക് ലാപ്ടോപ്പ്, ടാബ് തുടങ്ങിയ സമ്മാനങ്ങൾ ലഭിക്കും. ജൂൺ 15 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് തഫ്ഹീമുൽ ഖുർആൻ CD സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. MA
കരീം, PA മുഹമ്മദ്, റഷീദ് കുഞ്ഞു, ഫാസിൽ തിരൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KMCC ബഹ്റൈൻ കണ്ണൂർ ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹ്റൈനിലെ മുൻനിര ക്ലബ്ബുകളടക്കം 8 ടീമുകളാണ് മത്സരത്തിനുണ്ടാവുക. ജൂൺ 2 വരെ വൈകുന്നേരങ്ങളിൽ 7:30 ഇന്ത്യൻ ക്ലബ്ബിലാണ് മത്സരങ്ങൾ നടക്കുക. വിജയികളാവുന്ന ടീമിന് $1000 റണ്ണറപ്പ് ടീമിന് $500 സമ്മാനമായി ലഭിക്കും. കൂടാതെ മികച്ച കളിക്കാർക്ക് വ്യക്തിഗത ട്രോഫികളും നൽകുമെന്ന് KMCC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നൂറുദ്ദീൻ, ഇവന്റ് കൺവീനർ അഷ്റഫ് K തുടങ്ങിയവർ അറിയിച്ചു. വിജ്ഞാനവും വിനോദവും കോർത്തിണക്കി തനിമ കലാ സാംസ്കാരിക വേദി റിയാദ് വെസ്റ്റ് മേഖല മദ്രസ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മലർവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ കായിക മത്സരങ്ങളോടെയായിരുന്നു തുടക്കം. സാംസ്കാരിക സംഗമം തനിമ രക്ഷാധികാരി KK അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മേഖല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ഷക്ര യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് നജീബ് പാരന്റിംഗ് ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബ്രാൻഡ് സോൺ റീജിയണൽ മാനേജർ മുഹമ്മദ് റിയാസ്, സിറ്റി ഫ്ലവർ ഡയറക്ടർ EK റഹീം, അബ്ദുൽ അസീസ് പൊന്മുണ്ടം എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 153ാമത് ഷോറൂം ജിദ്ദയിലെ ലുലു മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദി അറേബ്യയിലെ 10ാമത് ഷോറൂമാണിത്. സൗദി രാജകുടുംബാംഗം അമീർ സൗദ് ബിൻ അബ്ദുള്ള, ലുലു മാനേജിംഗ് ഡയറക്ടർ MA യൂസഫ് അലി എന്നിവർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD AP ഷംലാൽ അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുസലാം, റീജിയണൽ ഡയറക്ടർ ഗഫൂർ എടക്കുനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 18, 22 കാരറ്റ് ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഇറ്റലി, സിംഗപ്പൂർ, ബഹ്റൈൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള IGI അംഗീകൃത രത്നങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും പൂർവ്വശേഖരവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ആഗസ്റ്റ് 6 വരെ നീളുന്ന ഓഫറുകൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും എന്നും പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാമെന്ന് പണ്ഡിതനായ അൻസാർ സലാഹി നാൻമണ്ട ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദുബായ് അൽഖൂസ് യൂണിറ്റ് അൽമനാർ സെന്ററിൽ സംഘടിപ്പിച്ച അഹ്ലൻ റമലാൻ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം പറഞ്ഞു. പാഠ്യേതര രംഗങ്ങളിൽ ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ വൻ പുരോഗതി കൈവരിച്ചതായി സ്കൂൾ അധികൃതർ. +2വിലെയും 10ാം തരത്തിലെയും പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ അക്കാദമിക നിലവാരത്തിന്റെ കാര്യത്തിൽ സ്കൂൾ മുന്നേറ്റം കൈവരിച്ചതായി വ്യക്തമായെന്ന് സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ പറഞ്ഞു. സ്കൂളിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ +2 പരീക്ഷ എഴുതിയപ്പോൾ തിളക്കമാർന്ന വിജയമാണ് നേടിയത്. കൃത്രിമ വിജയം സൃഷ്ടിക്കാനായി ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നതും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി വിജയത്തിലേക്ക് നയിച്ചതും നേട്ടമായി. എല്ലാ സ്ട്രീമിലും ഇത്തവണ ഒരേപോലെ വിജയം നേടാനായി എന്നതും മികച്ച നേട്ടമാണെന്ന് പ്രിൻസിപ്പൽ VR പളനിസ്വാമി പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി ഷെമിലി P. ജോൺ, ഡോക്ടർ മനോജ്, സജി ആന്റണി, ജയ്പാൽ മെദനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡിസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.